പ്രവാസി ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ എപ്പിസോഡിലും നമുക്ക് പ്രവാസികളായിട്ടാണ് ഇന്റർവ്യൂ വരാറ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ. വെൽക്കം ടു ദി ഷോ. വെൽക്കം. സോ ഞാൻ ആറാട്ടണ്ണനെ പറ്റിയിട്ട് പല വീഡിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആറാട്ടണ്ണന്റെ ഒരു ജേണിനെ കുറിച്ച് എനിക്ക് അറിയാൻ വളരെ ആഗ്രഹം. അതായത് ഏതൊരു സാഹചര്യത്തിലാണ് ആറാട്ടണ്ണൻ ഈ ഒരു സെലിബ്രേറ്റ് ആയി മാറിയത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് 2022 ഫെബ്രുവരി 18 ദിവസം ആറാട്ട് സിനിമ കണ്ടിട്ട് ഒരു മോഹൻലാൽ ഫാൻ നിലയിൽ ഭയങ്കര എക്സ്പ്രസ് ചെയ്തതാണ്. പ്ലാൻഡ് അല്ല, അറിയാതെ സംഭവിച്ചോ. ഒരിക്കലും വിചാരിച്ചില്ല വൈറലാവാൻ വേണ്ടി ചെയ്തല്ലോ, അതൊരു ആസ് എ ഫാൻ ചെയ്തതാണ്. കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ പ്ലാൻ ചെയ്താ വന്നു, പ്ലാൻ ചെയ്തല്ല, അറിയാതായതാണ്. അറിയാതായതാണ്. ഓക്കെ. സോ അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെ എല്ലാ മൂവീസിലും എങ്ങനെ, അതായത് റിവ്യൂ കൊടുക്കാൻ തുടങ്ങി? എന്റെ ഒരു ഹോബിയാണ് മൂവീസ് ആയിരുന്നു. അത് വണ്ടുപള്ളി കാണാറുണ്ടാകണം. റിവ്യൂ കൊടുത്തിട്ടില്ല. ഓക്കെ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ആറാട്ടണ്ണന് ഒരു ഭയങ്കര വലിയ ബൂസ്റ്റ് കിട്ടി. പക്ഷെ ഇപ്പൊ നമ്മള് മൂവി റിവ്യൂ ചെയ്യണവരെന്ന് നോക്കുക വെച്ചാൽ ഞാനിപ്പോ അശ്വന്ത് ബോക്ക് ആയാലും ഇപ്പൊ ഉണ്ണി വ്ലോഗ്സ് ആയാലും ആ റേഞ്ചിലേക്ക് ആറാട്ടണ്ണ എത്തിയിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടോ? ഞാനും റിവ്യൂ ചെയ്യുന്ന ആളാണ്, ഞാനും ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് എന്റെ ചാനലിൽ മാത്രം റിവ്യൂ കൊടുക്കുക. ഞാനിപ്പോ വരുന്ന എല്ലാ മീഡിയക്കും കൊടുത്തിട്ട് അവസാനമാണ് എന്റെ ചാനലിലൊന്നും. പക്ഷെ ഫസ്റ്റ് റിവ്യൂ എന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും എന്റെ റിവ്യൂ ആയിരുന്നു. ചിലപ്പോ ഞാൻ എന്റെ ചാനൽ തന്നെ ഇടും, ചിലപ്പോ മറ്റു ചാനൽസ് കൊടുക്കും. വൈകുന്നേരം ഇടുന്നു. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ബ്രാൻഡ് വാല്യൂ വേണമെങ്കിൽ ഉണ്ടാക്കാമേ എന്നോട് ചെയ്താടെ പോലെ ആൾക്കാർ പറഞ്ഞാണ്. പക്ഷെ ഞാൻ ചെയ്തില്ല, എല്ലാ മീഡിയക്കും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്താ. സോ അത് എങ്ങനെയാ? അപ്പോ അതിൽ എന്റെ സിനിമ റിവ്യൂ മാത്രമല്ല, ഞാൻ പല കാര്യം പറയാറുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തെ വെച്ച് പറഞ്ഞു, ഒരു ടോപ്പിക് മാത്രമല്ല, പോക്ക് പറഞ്ഞ സിനിമ റിവ്യൂ മാത്രമാണ്. ഞാൻ പല കാര്യം സംസാരിക്കാറുണ്ട്. ഞാൻ എന്റർടൈൻമെന്റും ചെയ്യാറുണ്ട്, ഇന്റലക്ച്വലും ചെയ്യാറുണ്ട്, സോഷ്യൽ കമ്പറ്റും ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. സോ ഞാനൊരു സംശയം, ചാനൽ മാത്രം സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഇത്ര റീച്ച് കിട്ടില്ലായിരുന്നു. പോക്കിനെ സിനിമാക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അത് ശരി. പക്ഷെ ബന്ധപ്പെട്ട ആൾക്കാർക്ക്, പക്ഷെ ആറാട്ടണ്ണ എല്ലാവർക്കും അറിയാം. അത് മാത്രം റവന്യൂ ആയിട്ട് മാറിയാണ്. ഞാൻ അതൊരു ചോദ്യമാണ്, റവന്യൂ. അപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ സന്തോഷ് ചേട്ടൻ? ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട്, PhD ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ JRF സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോ യൂട്യൂബ് ഫേസ്ബുക്ക് കാശുണ്ട്. പിന്നെ ബർത്ത്ഡേ വിഷ് 3000 ഇനി ഇനാഗ്രേഷൻ പലതുമുണ്ട്. അടിപൊളി. അപ്പൊ പ്രോഗ്രസ് ആണ്, എപ്പോഴും ബിസിയാണ്, മൾട്ടി ടാസ്കിങ് ചെയ്തോണ്ടിരിക്കണം. പക്ഷെ ഞാൻ സന്തോഷേട്ടന്റെ വേറെ കാര്യം പറയട്ടെ. സന്തോഷേട്ടൻ വെച്ചാൽ ഒരുപാട് പേരെ, അതായത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ട് പുതിയ ന്യൂ ഫേസസ്, ഇപ്പൊ അവര് ഭയങ്കര ഫേമസ് ആയി, പക്ഷെ ന്യൂ ഫേസസിന് ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. മമ്മൂക്കൊക്കെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പോലെ. ഇപ്പൊ സന്തോഷേട്ടൻ, എനിക്ക് ആ കൂടി 19 ഫോളോവേഴ്സ് ഉള്ളു, പക്ഷെ എനിക്കൊരു ഇന്റർവ്യൂ തന്നില്ലേ. സോ അതുപോലെ ഞാൻ അതിന് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സന്തോഷേട്ടനെ. കാരണം ശരി, അതെന്ത് ചെയ്യണം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ല. സോ അങ്ങനെയാണല്ലോ. ഓക്കെ. ഞാൻ ആളെ അപ്രോച്ച് ചെയ്തത്, ഞാൻ സന്തോഷേട്ടനെ മാത്രം ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ, പിന്നെ ആരെയും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തേ. ആണോ? അയ്യോ, ഞാൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യണ്ട. നമുക്ക് മറ്റേ എന്താ പറയാ, റിവ്യൂ വൈറസിൽ തന്നെ ഒരു കിങ്ങിനെ നമുക്ക് കിട്ടിയല്ലോ. ഏറ്റവും ആദ്യം ചെയ്ത ആളെ കിട്ടിയല്ലോ. താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ സന്തോഷ് ചേട്ടൻ, ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ വേറൊരു തലത്തിലെത്തിയേനെ, അങ്ങനെ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് പോവാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? അതോ അത് എന്തെങ്കിലും? എനിക്ക് നെറ്റ് JRF ഗേറ്റ് കിട്ടിയാണ്. IIT ബോംബെയിൽ പോവാമേ, പക്ഷെ അമ്മയാണ് എന്റെ ഫാദറിന്റെ ഹെൽത്ത് മോശം പുള്ളി മരിച്ചു പോയത്. ഇപ്പൊ അമ്മയെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കണം. അന്ന് IIT പോയെങ്കിലും ഓക്സ്ഫോർഡ് ഒക്കെ വേറെ ലെവലിലെത്തിയാണ്. പക്ഷെ അത് ഫാമിലി ഗേറ്റ് ചെയ്താണ്. ഫാമിലി ആണല്ലോ, ഫാമിലിക്കാണല്ലോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണ്ടേ. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഇപ്പൊ ആറാട്ടണ്ണ ഇതുപോലെ എന്താ പറയാ, എല്ലാത്തിനോടും ഒരു പ്രത്യേക ഒരു എന്താ പറയാ
എല്ലാ കാര്യത്തിലും പ്രത്യേക അഭിപ്രായമുള്ള ഒരാളാണ്. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയാണ്, അതുപോലത്തെ ഒരാളാണ്. സോ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്, ആള് ആക്ടറാണ്, പക്ഷെ ആൾ ഇതുപോലെ എല്ലാം സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ആ കാര്യങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണ്. ഞാനൊരു എക്സാമ്പിൾ കേട്ടു. ഇപ്പൊ വിജയ് ഒരു സിനി ഫീൽഡ് വന്ന ആളല്ലേ. സോ സിനി ഫീൽഡിൽ നിന്ന് വന്ന ആള് ആയിട്ട് ആള് CM ആയി. അതിനോടത്ത് എന്താ അഭിപ്രായം ആറാട്ടണ്ണന്റെ? അത് തമിഴ്നാട്ടിലെ കൊണ്ട് നടന്നത്, കേരളത്തിലെ നടക്കില്ല. കേരളത്തിലെ സിനിമയും പൊളിറ്റിക്സും കേരളത്തിൽ ഇവിടെ മമ്മൂട്ടി പോലെ ഇവിടെ ഇലക്ഷൻ ജയിക്കണമില്ല, ജയിക്കില്ല. അവിടെ സുരേഷ് ഗോപി ജയിച്ചല്ലോ, ആന്ധ്രാപ്രദേശ് അവിടേക്കാണ്. അപ്പൊ സുരേഷ് ഗോപി ജയിച്ചില്ലേ? സുരേഷ് ഗോപി ജയിച്ചത് സെലിബ്രിറ്റി അനുസരിച്ചല്ല, പൊളിറ്റീഷ്യന്റെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കേരളത്തിലെ സിനിമ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാഷ്ട്രീയത്തിനാണ്, സിനിമയ്ക്കല്ല. ഓക്കെ. പണ്ട് പ്രേംനസീറിനെ പോലെ ആൾക്കാർ ഇലക്ഷനൊക്കെ അവിടെ പോയിട്ട് നോക്കുന്ന ഉറപ്പ് വന്നവിടെ മാറിയെന്നാണ്. അത് മോഹൻലാലിന് അറിയാലോ, അതുകൊണ്ടാണ് മോഹൻലാലിനും ഇലക്ഷൻ നിൽക്കാതെ, പുള്ളിക്ക് അറിയാമല്ലോ. തമിഴ്നാട്ടിലും നടക്കും, തമിഴ്നാട്ടിൽ നടക്കും, അത് നമ്മുടെ കേരളത്തിൽ നടക്കില്ല. MGR പല ആൾക്കാരാണ് വന്നിട്ടുണ്ട്. ഇപ്പോ ആറാട്ടണ്ണന് ഒരു അവസരം കിട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് കേരളത്തിലെ, എന്തൊക്കെ ചേഞ്ചസ് ആവും ആറാട്ടണ്ണൻ കൊണ്ടുവരിക? എനിക്ക് ആദ്യം കൊച്ചിയിലെ ഡ്രഗ് യൂസേജ് വളരെ കൂടിയിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ട്. കാരണം ആ ജനറേഷൻ മുഴുവൻ പോയിലേ പോവാ. ഡ്രഗ് യൂസേജ് വളരെ കൂടിയിരിക്കുകയാണ്. എസ്പെഷ്യലി 2000 ജനിച്ച പിള്ളേർ കൊച്ചിയിലെ നമ്മളിപ്പോ ലുലുമാളിൽ പോവാണെങ്കിൽ ഇവര് ഭയങ്കര ടോക്സിക് ആണ്. നമ്മളൊരു സെൽഫി കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെത്ര റിയാക്ട് ചെയ്യും. വെറുതെ ജീവിതം നശിപ്പിച്ച് കളയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായോ ഈ അടുത്ത്? ഞാൻ ഒരിക്കലും ഒരാളത്ത് എന്തിനാ കളിയാക്കെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളിയെ അടിക്കുകയും ചെയ്യും. കേസ് പോലെ ആവണ്ടേ? അങ്ങനെയല്ല, ഇവര് MDMA അടിച്ചു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര വയലന്റ് ആവുക, ഇങ്ങനെ പ്രശ്നമാണ്. ഞാനൊരു സംശയം, ആൽക്കോളിനെക്കാട്ടും പ്രശ്നം ഡ്രഗ്സ് ആണ്. അതൊന്നും പറയായിരുന്നില്ല അവരോട് തിരിഞ്ഞത്, നാർക്കോട്ടിക്സ് ബിസിനസ് എന്നോട് പ്രശ്നം ഉണ്ടാക്കലേന്ന് എങ്ങനെ റിയാക്ട് ചെയ്തു? അപ്പോ അതായത് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ആലോചന ഒന്നും വേണ്ടായിരുന്നു. ഇപ്പൊ ഒരു ടൈം കേരളത്തിൽ ഫേമസ് ആയ മലയാളികളുടെ ഫേമസ് ആയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് ഭയങ്കര അസൂയ, വേറെ എവിടെയാണ് നമ്മൾ ഫേമസ് ആയെങ്കിൽ ഇത്ര പ്രശ്നം വരില്ല. സൈബർ ബുള്ളിങ് ഭയങ്കര. അങ്ങനെ ഒരുപാട് ബുള്ളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഫേസിൽ സീസൺ ഉണ്ടായി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ല, ഇപ്പൊ സൈബർ ബുള്ളിങ് ഇല്ലെങ്കിലാണ് പ്രശ്നം. യൂസറായി ഫേസ് ചെയ്ത്. അതൊരു ശരിയാണ്, അതൊരു പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെൺകുട്ടികളെല്ലാം ഒരുപാട് സെലിബ്രിറ്റീസ് സോഷ്യൽ മീഡിയയിൽ വിട്രോ ചെയ്യുന്നുണ്ട്, കാരണം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ പോലെ ഇപ്പൊ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ പിച്ച് വെച്ച് നടക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കണ്ടന്റും നല്ല സീരിയസ് ആയിട്ട് കണ്ടന്റും ഇപ്പൊ മൈത്രി പോലെ നല്ല കണ്ടന്റ് വീഡിയോസ് ചെയ്താൽ മതി. ഈ കോമാന്തരം ലോങ് ടേം നിൽക്കില്ല. നിങ്ങള് മൈത്രിനം ചെയ്ത പോലെ നല്ല സീരിയസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് എത്തിക്കാൻ നന്നായിട്ട് പോകാൻ പറ്റും. ഓഡിയൻസും ഉണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്ക് വേറൊരു കാര്യം, ഇപ്പൊ ഞാനൊരു ഇതൊക്കെ ഒരു ഇഫ് ക്വസ്റ്റ്യൻസാ ഞാൻ എപ്പോഴും ആറാട്ടനോട് ചോദിക്കണം. ഇപ്പൊ സപ്പോസ് ഇപ്പോ ആറാട്ടന് ടൈം ട്രാവലർ വാച്ച് കിട്ടിയെന്നേക്കുക, അങ്ങനെ ഒരു വാച്ച് കിട്ടിയ ആറാട്ടണ്ണൻ 2018 പോയിട്ട് ആ റിവ്യൂ ചെയ്യാതിരിക്കുവോ? ആറാട്ട് സിനിമയിലത്തെ 2022 സോറി റിവ്യൂ ചെയ്യാനല്ല, എനിക്ക് എന്റെ ഫാദർ മരിച്ച 4 വർഷമായി. അപ്പൊ എന്റെ ഫാദറുള്ള കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലല്ലേ? അപ്പൊ ആറാട്ടണ്ണൻ ടൈമിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ്. മനസ്സിലായി. കാരണം എവിടെ ആറാട്ടണ്ണൻ പഠിച്ചതൊക്കെ? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. 8 വർഷം അവിടെ ആയിരുന്നു. അതിന് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്നിട്ട് സെന്റ് ജോസഫ്സിലാണ് 10th വരെ പഠിച്ചത്. പിന്നെ രാജഗിരിയിലാണ് പഠിച്ചത്. എഞ്ചിനീയറിംഗ് രാജഗിരിയായിരുന്നു. ഏതായിരുന്നു സ്ട്രീം? ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞ MTech, MPhil, PhD അങ്ങനെയാണ് പോയത്. സ്റ്റാർട്ട് കമ്പനി നടത്തി, ബുക്സ് എഴുതി, പിന്നെ ഞാൻ ഫിലോസഫിയിലേക്ക് തിരിഞ്ഞു, മാസ്റ്റേഴ്സ് ചെയ്തു. പിന്നെ 3 എൻട്രൻസ് കിട്ടി, നെറ്റ് ചെയ്യാൻ സീറ്റ് കിട്ടി, പിന്നെ PhDയിലേക്ക് തിരിഞ്ഞു. ആ സമയത്താണ് അറിയാതെ വൈറലായത്. പക്ഷെ നല്ല സമയത്ത് തന്നെ വൈറലായി. 1 മാസം ഫാദർ മരിച്ചുപോയി. അപ്പൊ ഞാൻ അന്ന് ഫാദർ മരിച്ചതിന്റെ വിഷമമുണ്ട് എനിക്ക്. എല്ലാ കാര്യങ്ങളും, അതായത് അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD ചെയ്യണം, സെലിബ്രിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഭയങ്കര ഒരു മൾട്ടി ടാസ്കിങ് കൂടെ പോയിക്കൊണ്ടിരുന്നു. ആറാട്ടണ്ണൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
ബസൂക്കിലുള്ള വിളിച്ചു. മമ്മൂട്ടിക്കാട്ട് കൈയിടേണ്ടി എനിക്കാ. മമ്മൂക്കത് വീഡിയോ കാണുമ്പോ ദേഷ്യപ്പെടുവോ ആറാട്ടനോട്? എന്താ ആറാട്ടണ അങ്ങനെ പറഞ്ഞ? അല്ല, ഞാൻ ഒരിക്കൽ മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോ അവിടെ മമ്മൂട്ടി ഫാൻസുകാര് മമ്മൂട്ടിക്ക് ലീവ് പറഞ്ഞു, ആറാട്ടം ലീവ് വന്നു. എനിക്കാ പേടിയായി, മമ്മൂട്ടിയുടെ അറിഞ്ഞ പ്രശ്നമാവും. ഈ വീഡിയോ കണ്ടിട്ട് പറയോ ആറാട്ടണ അങ്ങനെ ഒന്ന് സംസാരിക്കുന്നു പറയോ? ഇപ്പൊ ബസൂക്ക് തന്നെ ഓട്ടിട്ട് വരാത്ത കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ആണോ? ബസൂക്ക് ഇതുവരെ ഓട്ടിട്ട് വന്നിട്ടില്ല. ഓ, അതെന്തായിരുന്നു? പുള്ളി ആള് സുന്ദരനൊക്കെയാണ്. പുള്ളിയെ ക്ഷേത്രത്തിൽ പുള്ളിയെക്കാട് നല്ല ഡ്രസ് ഇട്ട ഒരാൾ വരാൻ പാടില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഞാനൊരു ഇന്റർവ്യൂല് ആള് സുന്ദരൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആള് ഭയങ്കര സുന്ദരനാണ്, ഗ്ലാമറാണ്, ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര രസമാണ്. ഓക്കെ, ലാലേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ആറാട്ടണ മുന്നേ? ലാലേട്ടൻ പറഞ്ഞ ദേഷ്യപ്പെട്ടൊന്നുമില്ല. പുള്ളിയെ വേദനിപ്പിച്ചാ പുള്ളി ക്ഷമിക്കും, മനസ്സിൽ വെക്കും. മനസ്സിലാക്കുക. പക്ഷെ ആറാട്ടനോട് മനസ്സിലാക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. സമയത്ത് രണ്ട് മിനിറ്റ് പുള്ളി മറന്നുപോകല്ലേ? ആരെ കൂടുതൽ ഇഷ്ടം ആറാട്ടന്? മോഹൻലാലിനാണോ മമ്മൂട്ടിക്കാണോ? ആക്ടർ പ്രൊഫഷണലി മോഹൻലാലാണ്, പേഴ്സണലി മമ്മൂട്ടിയാണ്. ഇപ്പൊ ഡെഡിക്കേഷൻ ആയാലും ടാലന്റ് എടുത്താലും മോഹൻലാൽ തന്നെയാണ്. ഓക്കെ, പേഴ്സണലി നോക്കിയ മമ്മൂട്ടിയാണ്. പേഴ്സണലി അത് എന്താ പറയാ, ഒരു അവിടെ ഇവിടെയും തൊടാത്ത ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആക്ടറിന്റെ പേഴ്സണൽ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? പ്രൊഫഷണലി മാത്രമല്ല, നമ്മൾ ആക്ടേഴ്സിന്റെ കാര്യം ചോദിക്കാൻ പാടുള്ളൂ. ആണ്. അപ്പൊ ഓക്കെ, ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും നല്ല സിനിമ ചെയ്യുന്ന മമ്മൂട്ടിയാണ്. ഒരുപാട് നല്ല ഫിലിംസ് ചെയ്യുക. മോഹൻലാൽ ഇപ്പൊ മമ്മൂട്ടി നടനായിട്ടും മോഹൻലാൽ സ്റ്റാറായി മാറുക. മോഹൻലാൽ നടന്നേ കാണുന്നില്ല. ലാലേട്ടന്റെ തുടരുമൊക്കെ അന്യായ പടമാണല്ലോ, അടിപൊളിയല്ലേ? അതിലൊക്കെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നില്ലേ? പക്ഷെ എന്നൊരു മമ്മൂട്ടിയുടെ പടം പ്രൊസാക്ക്, നൻപകല്, ബ്രഹ്മയുഗം, കളങ്കാവ് അങ്ങനത്തെ എക്സ്പീരിമെന്റൽ മൂവീസ് അല്ലെങ്കിൽ ക്ലാസിക് മൂവീസ് മോളെ ചെയ്യുന്നില്ല. അല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ മെത്തേഡ് ആക്ടിങ്, നാച്ചുറൽ ആക്ടിങ് എല്ലാം ഉണ്ട്. പക്ഷെ ഈ ആർട്ട് ഫിലിംസ് അങ്ങനത്തെ ഫിലിംസ് ചെയ്യുമ്പോ മെത്തേഡ് ആക്ടിങ് ആണ്, അതിനെ കൂടി മെനക്കെടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ടാലന്റ് വൈസ്, ഡെഡിക്കേഷൻ വൈസ് മോഡൽ ആദ്യം സംശയമില്ല. ഓക്കെ, പക്ഷെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിനും നമ്മള് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പേഴ്സണൽ ലൈഫിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അവര് ആക്ടേഴ്സ് ആണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ഗണേഷ് കുമാർ ആള് ബെസ്റ്റ് ആക്ടേഴ്സ് നല്ല ലാഭത്തിൽ എത്തിച്ചു, കുഴപ്പമില്ലാതെ. അയാൾ പേഴ്സണൽ ലൈഫ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ചെയ്തു നോക്കിയാൽ ഇപ്പോഴത്തെ ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് എന്താ തോന്നുന്നത്? കുഴപ്പമാണ്, മലയാളി പേഴ്സണൽ ലൈഫ് നോക്കും. ഓക്കെ, മലയാളികളുടെ കുഴപ്പമാണ് ആണല്ലേ? ശരിക്കും അല്ല, എസ്പെഷ്യലി ഏതൊരു ഫീൽഡിലും അവര് ഇപ്പൊ എന്താ പറയാ, ഞാൻ ഇതുപോലെ ഒരു ടോപ്പിക് അവര് പ്രൊഫഷനിൽ അവരെങ്ങനെയാന്ന് നോക്കിയാൽ മതിയില്ലേ? അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഓക്കെ, അതുപോലെ ഇതുപോലത്തെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു പണ്ട്. ചില കാര്യങ്ങൾ നോക്കും. വിജയുടെ കാര്യമാണെങ്കിൽ വിജയും ദൃശ്യം ചെയ്യുന്ന ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ഫാമിലി പോയിരിക്കുക, വിജയുടെ ഫാമിലി ഭാര്യയും മക്കൾ അഫക്റ്റഡായി. അപ്പൊ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം പറയാം. ആദ്യം വീട് നന്നാക്കും, പിന്നെ നാടുണ്ടാകാൻ പറയും. ആ രീതിയിലാണ് പറയാം. വിജയുടെ കാര്യത്തിൽ ആ കാര്യം പറയാം. പുള്ളിയുടെ ഫാമിലി, രണ്ട് പിള്ളേര് വളരെ എഫക്റ്റഡ് ആയിരിക്കുക. ഒരു ഭാര്യയും ഭർത്താവിനും പ്രശ്നം വരുമ്പോ ഏറ്റവും എഫക്റ്റ് ആവുന്ന പിള്ളേരാണ്. ഓക്കെ, സോ അത് ആറാട്ടനെ എങ്ങനെയാ അറിയാൻ പറ്റുക? ആറാട്ടനെ ഇത് പുറത്തുനിന്ന് നോക്കണ ആളല്ലേ. ഇപ്പൊ ഞാനായാലും വിജയുടെ അപ്പുറത്ത് നടക്കുന്ന സംഭവം എനിക്കറിയില്ല അവിടെ എന്താ പേഴ്സണലി ഉള്ളില് എല്ലാ കാര്യം പുറത്തേക്ക് വന്നല്ലോ. പിന്നെ ഭയങ്കര എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ള വെച്ച് ഇപ്പൊ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അല്ല, പക്ഷെ എവിടെ ചെന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പക്ഷെ അത് ശരിയാണ്. അതായത് ആദ്യം വീട് നന്നാക്കി എന്നിട്ട് നാട് നന്നാക്കിയാൽ മതി എന്ന് അതൊരു CM ആയിട്ടിരിക്കുന്ന ഒരാളോട് ഓക്കെ. കാരണം നമുക്ക് മറ്റൊരു ആൾക്കാർ സേവ് ചെയ്യാൻ നമ്മളില്ലെങ്കിൽ വേറെ ആൾ, പക്ഷെ നമ്മുടെ ആൾക്കാർ നമ്മളേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ആറാട്ടന്റെ ഒരു ഇതാണല്ലോ. ഫാമിലിയിലെ വളരെ ശക്തമായ നാനോമൈൻഡ് കോൺസെപ്റ്റ് ആണ് ഫാമിലിയിൽ പറയുന്നത്. പക്ഷെ
എനിക്ക് തന്നെ അറിയുന്ന പല ആൾക്കാർ നമുക്ക് ആരും ഇല്ലാതെ വരുമ്പോൾ അവസ്ഥ നമുക്കറിയാം. ആരും ഇല്ല, പേരൻസും ഇല്ല, അതില്ലാത്ത അവസ്ഥ വരുമ്പോൾ വളരെ ഒരു ഫീലിംഗ് വരാൻ പോകും. ഓക്കെ. അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്ത അമ്മയുടെ കാലശേഷം എനിക്ക് ഞാനും വളരെ ലോൺലി ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ആറാട്ടണന്റെ ഫാമിലി മാരീഡ് അല്ല അല്ലെ? ഗേൾ ഫ്രണ്ടും അങ്ങനെ ഒന്നുമില്ല? ഞാൻ മാരീഡ് അല്ല. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഫാദർ എഞ്ചിനീയറും പ്ലാൻ മാനേജർ ആയിരുന്നു, പുള്ളി മരിച്ചുപോയി. അമ്മ MS പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയില. രണ്ട് സിസ്റ്റേഴ്സ്, മൂന്ന് സിസ്റ്റർ US ഡോക്ടറാണ്. ഓക്കെ. രണ്ടാമതാണ് ബാംഗ്ലൂരാണ്. ഇപ്പൊ മാരീഡ് ആണോ ആറാട്ടണൻ? അല്ലാതെ ചോദിച്ചെന്നുള്ളൂ. മൂത്താളുടെ ഹസ്ബൻഡ് സയന്റിസ്റ്റ് ഒക്കെയാണ് ഹോപ്കിൻസില്. അല്ല, ഞാൻ ആറാട്ടന്റെ കാര്യമാണ് ചോദിച്ചത്. ആറാട്ടണ്ണൻ മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇല്ല? ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉണ്ടായിട്ടില്ല ഇതുവരെ. പെട്ടെന്നൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വളയ്ക്കാൻ ചൂറ്റ് ചെയ്യാൻ അങ്ങനത്തെ വുമൺ സൈക്കോളജി വലിയ പിടിയില്ല. ഇപ്പൊ അതില് എനിക്കും ഞാൻ അതില് എക്സ്പെർട്ട് അല്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ടിപ്സ് തരായിരുന്നു ആറാട്ടണ്ണനെ. പക്ഷെ ആറാട്ടണ്ണൊരു ഷോർട്ട് ആൽബമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അത് ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചിട്ടില്ലേ ആറാട്ടണ്ണൻ? ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാറില്ല, കാരണം ഷോർട്ട് ഫിലിം പോയാൽ പൈസയും കിട്ടില്ല, പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരിക. ഓക്കെ. വാട്ട് അബൌട്ട് ലൈക്ക് ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല? ആറാട്ടനെ പോലെ സെലിബ്രിറ്റി സ്വാഭാവികമായിട്ട് പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോ ആറാട്ടനെ അപ്രോച്ച് ചെയ്ത് ഇന്നാളല്ലോ പലതും മുന്നോട്ട് പോകുന്നില്ല, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുക. എന്താണ് ഇടയ്ക്ക് വെച്ച്? 1 ദിവസം 2 ദിവസമൊക്കെ ആയുസുള്ളൂ. അത് ഇതുവരെ 1 മാസത്തേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല ആറാട്ടണന്. 2 ദിവസം 3 ദിവസം അപ്രോച്ച് ചെയ്യണ്ട, ചേട്ടല്ല അപ്രോച്ച് ചെയ്യണ്ട, പക്ഷെ അതൊന്നും നിക്കുന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ട് ആറാട്ടണന്. അത് 30 ദിവസം ആവാത്തതാണ് വിഷമം. ഈ കാലത്ത് കല്യാണം കഴിച്ചാലും പ്രശ്നമാണ്, കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പെണ്ണുങ്ങൾ വിശ്വസിക്കാനും പറ്റില്ല, ആരും ഇല്ലെങ്കിൽ അവസ്ഥാനം. ഇപ്പൊ കേരളത്തിൽ ഇവിടെ ഇന്ത്യയിൽ വളരെ പോയിട്ട് കാരണം നിയമങ്ങൾ മുഴുവൻ സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഓക്കെ. നമ്മൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് എത്രയോ ഡിവോഴ്സ് കേസ് വരുന്നു. ഡിവോഴ്സ് കഴിക്കാൻ നമ്മൾ സ്വത്ത് കൊണ്ടുപോകും. ഒരു ഗേൾ ഫ്രണ്ട് നിമിഷം വെച്ചാൽ പീഡന കേസ് വരും. എന്തൊക്കെയാ വരുന്ന ഇങ്ങനെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും? ഇതൊരു വിവാദ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. പണ്ട് പെണ്ണുങ്ങളുടെ അവസ്ഥ ദയനീയ. വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ ഇത് ഭയങ്കര വിവാദ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവര് മ്യൂച്വൽ കൺസെന്റ് പലതും ചെയ്തിട്ട് അവസാനം മാറ്റി പറയാം. ഓക്കെ. ഇത് പക്ഷെ ഇത് ആറാട്ടൻ പറഞ്ഞത് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ മൊത്തത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ നിയമങ്ങളിലാണോ പ്രശ്നം? ഇതിലെന്താ പ്രശ്നം? അതായത് ആറാട്ട എല്ലാം കൂടി എല്ലാരും ഒരുമിച്ചൊരു ഇതിൽ ഫോറിൻ കൺട്രീസിലെ ഡിവോഴ്സ് നടന്ന ആർക്കാണ് കൂടുതൽ അവരെ കൊടുക്കണ്ട. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആണുങ്ങൾ കൊടുക്കേണ്ടി വരും. സോ ഞാൻ പറയണത് അങ്ങനെയല്ല. ആറാട്ടൻ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമാണെന്ന് പറഞ്ഞു ആറാട്ടൻ. അത് കഴിഞ്ഞ് ഇപ്പൊ എല്ലാ ആരും ഉണ്ടാവില്ല. കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം വരണേ? കല്യാണം കഴിച്ചാൽ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ ഇപ്പൊ എല്ലാരും മാരീഡ്, ഞാൻ മാരീഡാണ്, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് മാരീഡാണ്. അപ്പൊ ഒരു ആസ്തി ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ ഞാൻ പറയണത്, നിങ്ങൾ പുറത്താണല്ലോ. കേരളത്തിലെ അവസ്ഥ പറയണ ഒരുപാട് ഡിവോഴ്സ് പെട്ടെന്ന് നടക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നം. എസ്പെഷ്യലി സെലിബ്രിറ്റിയിലേക്ക് കഴിഞ്ഞാൽ മ്യൂച്വൽ കൺസെന്റിൽ എല്ലാം മാറ്റി പറയുകയാണ്. ഓക്കെ അങ്ങനെ ഞാൻ ഒരു നോർമൽ ലൈഫ് ഹണി ട്രാപ്പ് അടക്കണ്ട. പലരും നമുക്ക് മെസ്സേജിൽ അയച്ചിട്ട് അവസാനം നമ്മളെ ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പല പ്രശ്നമുണ്ട്. എനിക്ക് പേരൊക്കെ 2 പേർക്ക് ഒരാളെന്നെ അയക്കാറുണ്ട് പലതും. ആറാട്ടണ്ണന്റെ ലൈഫ് ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം ഭയങ്കര ടഫായിട്ടാണ് പോണേ. ഭയങ്കര ടഫാണ്. നമ്മള് ഒരുപാട് വേദനിക്കേണ്ടി വരും. ഇവിടുത്തെ ആളുകൾ ഭയങ്കര സ്റ്റാറ്റിസ്റ്റുകളാണ്. കുറച്ച് ഏറ്റവും ബെസ്റ്റ് പണം ഉണ്ടാക്കുക, ജീവിതം എൻജോയ് ചെയ്യുക. ഫേമസ് ആക്കിയാൽ ഇവിടെ നടക്കില്ല. മലയാളികളുടെ ഇടയിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇമാർക്ക് ഭയങ്കര അസൂയാണ്. ഓക്കെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വിഷമിക്കുന്ന ഈ കമന്റ്സിലെല്ലാം എന്റെ ഫാദറിനെ കുറിച്ച് തെളിയിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും വളരെ വിഷമമാണ്. ഇന്നത്തെ ഈ വീഡിയോന്റെ കമന്റ്സിൽ എന്റെ ഫാദറിനെയും വിളിക്കുവോ? എനിക്കൊരു ടെൻഷൻ. എസ്പെഷ്യലി പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട്. പെണ്ണുങ്ങളെയാണ് ഏറ്റവും വൾഗറായിട്ട് ഇവർ പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അങ്ങനെ പറയില്ലല്ലേ? ഓക്കെ. ഇതൊക്കെ മാറ്റണം. ജീവിതം അല്ല കേരളം. കേരളം ഡിഫറെന്റ് ആണ്. ഓക്കെ.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ മാറണമെങ്കിൽ എന്താണ് ആറാട്ടന്റെ ഭാഗത്തു നിന്നുള്ള സൊല്യൂഷൻ? ഒരു തുറന്ന കത്ത് ചീഫ് മിനിസ്റ്റർക്ക് എഴുത്. ഒരു തുറന്ന ആദ്യകാലത്ത് എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ഫാദർ ഹോസ്പിറ്റലിൽ പുള്ളി മരിച്ചുപോയി. അന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ഇമേജ് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഇവിടെ നല്ല വീഡിയോസ് ആർക്കും വേണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ട ആൾക്കാർക്ക് വേണ്ടത് മസാലയാണ്. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഒരു 1-2 വീഡിയോ ഇട്ടപ്പോ ഒരു മസാല വീഡിയോ ഇട്ടപ്പോ നന്നായിട്ട് പോയി. എന്നാൽ മറ്റു വീഡിയോസ് അത്രയും പോകുന്നില്ല. ഓക്കെ, എന്നാ പക്ഷെ മസാല വീഡിയോ ഇടാണ്ട് നല്ല വീഡിയോ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതിയില്ലേ? പോയി. ഞാനിപ്പോ ഇലക്ഷൻ വന്നപ്പോ പൊളിറ്റിക്സ് ഇട്ടപ്പോ നന്നായിട്ട് പോയി. പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര ചൂടപ്പം പോലെ വിറ്റ് പോണ സംഭവമാണല്ലോ. വീഡിയോസ് പോപ്പുലർ പോകും. ഭയങ്കര ഇന്റലക്ച്വൽ ക്വാണ്ടം മെക്കാനിക്സ് ഫിലോസഫിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലരിടും എന്ത് തേങ്ങയാണ് പറയണത് നീ മറ്റേ ശകലാവൻ സാജോട്ട് ഡയലോഗ് ഇല്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാവില്ല. പിന്നെ സോഷ്യലി കമ്മിറ്റ് ഓരോ സമയത്ത് നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് ബേസിൽ ഇട്ടാവാൻ പോലെ റിയാക്ഷൻ വീഡിയോസ് ആണ് എടുക്കും. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും. റെലവന്റ് ടോപ്പിക് റെലവന്റ് ടൈം അങ്ങനെ ഇട്ട പോകും. റെലവന്റ് ടോപ്പിക് റെലവന്റ് ടൈം. ഒരു ന്യൂസിനും ഒരു ലൈഫ് ഇല്ല. റെലവന്റ് ടോപ്പിക് റെലവന്റ് ടൈമിൽ ഇട്ടാ പോകും. ഓക്കെ ഓക്കെ, നല്ലൊരു ഒരു ഇതായി പോയി, മെസ്സേജ് ആയി പോയി. ഓക്കെ, അതാണ് സോഷ്യൽ മീഡിയയിൽ. പേഴ്സണലി എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് പോണു. പേഴ്സണലി ഇപ്പൊ പേഴ്സണലി നമ്മള് ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട്. നമ്മള് ഡെയിലി ലുളുമാളുകൾ പോവാറുണ്ട്. എന്റെ വീടിന്റെ അടുത്ത ലുളുമാള്, വനിത തിയേറ്ററിൽ വീടിന്റെ അടുത്താ. പിന്നെ നമ്മള് ഭയങ്കര ഡിപ്ലോമാറ്റിക് അല്ലാത്തതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പിണറായി വിജയനെ പിണ്ടാക്കി വിജയുണ്ട്. അവര് പറഞ്ഞു ഇന്നവക്കാലൊന്ന് അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ കുറെ ശത്രുക്കളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ വരാണ്ടിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോട്ടെ. ഞാൻ ആറാട്ടനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിലും. താങ്ക് യു. അപ്പോ ഞാൻ കാനഡയിൽ ഒരു കാർ സെയിൽസിലാണ്. അപ്പോ നാട്ടിലെ തൃശ്ശൂരാണ്. തൃശ്ശൂർ പോകുന്നു. നിങ്ങളോട് ഒരു അഡ്വൈസ് പറയാൻ, നിങ്ങൾ ചാനൽ പോഡ്കാസ്റ്റ് പോവാണെങ്കിൽ റെലവന്റ് ടോപ്പിക് റെലവന്റ് ടൈം ഇറക്കിയാൽ പോകും. അടിപൊളി. എന്തായാലും അത് ആയിട്ട് മുന്നോട്ട് പോട്ടെ. അതാണ് ഞാൻ പ്ലാൻ ചെയ്യണം എപ്പോഴും. അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഒരു ഇത് ട്രൈ ചെയ്യും. കീപ് ട്രൈയിങ് എന്നല്ലേ. പക്ഷെ ഞാൻ ആറാട്ടണ്ണനും മറക്കില്ല. കാരണം ആറാട്ടണ്ണനാണ് എനിക്ക് ആദ്യത്തെ ഇത്. പല ആൾക്കാർ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. അത് കാരണം ചിലപ്പോ ഇതില് ഒരുപാട് ഇതൊക്കെ കേൾക്കാം, ക്ലാരിറ്റി പോരാ, അങ്ങനെയൊക്കെ പലതും കേൾക്കാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണം. എന്റെ വീഡിയോസ് നോക്കിയ ഒരു ക്ലാരിറ്റി ഒന്നല്ല, കോൺട്രവേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വിട്ടു പോകണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ നമുക്ക് നോക്കാം. എനിവേ ടിക്കറ്റ് ചെയ്യണം. ടിക്കറ്റ് 10 lakhs ഉള്ളത് ഒരു മാസം പുള്ളിയെ ചെയ്യുന്നതാ റിയാക്ഷൻ വീഡിയോസ് ആണ്. റിയാക്ഷൻ വീഡിയോസും, അതായത് എനിക്ക് ഞാൻ ഇപ്പൊ ചെയ്യുമ്പോ എപ്പോഴും എനിക്ക് താല്പര്യം എവിടെയും വേണ്ട. ഞാൻ റിയാക്ഷന്റെ ഉപരി എനിക്ക് ഇതുപോലെ ഇന്ററാക്ട് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. സോ അതിലിപ്പോ പൈസ മാത്രമല്ല, പൈസ സെക്കൻഡറി ആണ്. പക്ഷെ ഇതിലെ നമ്മുടെ ഒരു പാഷനാണ്. അപ്പോ ഇപ്പോ 2000 വ്യൂസ് അല്ലെങ്കിൽ 3000 വ്യൂസ് കിട്ടിയാലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പൈസ കിട്ടിയാലും എനിക്ക് വിഷമമില്ല. ഇതൊരു നമ്മുടെ ഒരു ആഗ്രഹമല്ലത്. ആഗ്രഹം ചെയ്യും, പാഷനാണ്, താല്പര്യമാണ്. ആ താല്പര്യം കൊണ്ടുപോകുന്നു കൂടെ തന്നെ. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആറാട്ടണ്ണ. താങ്ക് യു ഫോർ യുവർ ടൈം. സോ അടുത്തൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ. Anyway, I enjoy talk with you. Thanks man. Me too. Take care. Okay. Bye.